അസ്സലാമലൈക്കും നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കും. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പും പെരുന്നാളും വിഷു എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ഡ്യൂട്ടി ചാലുമായി. ഞായറാഴ്ച മുതൽ എല്ലാവരും വന്നു. നമ്മളെ പണി കൂടി പണിയായി. എല്ലാവരും ലീവെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ ഇറങ്ങി. അപ്പോൾ നമുക്ക് പണി കൂടി. ഇന്നത്തെ ഒരു പണിയാണ്. ഒരു 300 കിലോ ചിക്കൻ, 1000 പേർക്ക് ചിക്കനാണ്. 300 കിലോ ചിക്കൻ. നാളെ ചിക്കൻ ചുക്കാക്കില്ലാണ്. നാളല്ല, ഇന്ന് രാവിലെ. ഇപ്പൊ രാത്രിയാണ് ഇപ്പോൾ പണി നടക്കുന്നത്. സമയം 1 മണി. രാവിലെ ഉണ്ടാക്കാനുള്ളതാണ്, ഉച്ചയ്ക്കുള്ളതാണ്. നമ്മളെ നാട്ടിലത്തെ മാതിരി ഫ്രഷ് ചിക്കൻ അല്ലല്ലോ, ഫ്രീസർ ചിക്കനാണ്. കട്ട് ചെയ്ത് വെച്ചത്. അത് ഐസല്ല കളഞ്ഞ് പിന്നെ തൊലി കളഞ്ഞെടുക്കണം. അപ്പൊ അതിന്റെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ചിക്കൻ ചെറുതും വെക്കണം. വലിയ ചിക്കനുണ്ട്, ഭയങ്കര വലിയ ചിക്കൻ ഉണ്ട്. ചില ഓരോ ചിക്കന്റെ കാലുണ്ടാവും 1.5 കിലോ. അപ്പൊ അത് ചെയ്യാൻ അതിന്റെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. മുന്നേ ആ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇത് നമ്മളെ കൂട്ടുകാരൊക്കെ പുതിയവർക്കൊക്കെ ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചാണ്. ഗൾഫിലെ ചിക്കൻ ഒന്ന് കണ്ടോളെ. ഇതാണ് ഗൾഫിലെ ചിക്കൻ. നമ്മുടെ നാട്ടിൽ ഫ്രഷ് ചിക്കൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അങ്ങനത്തെ കമ്പനികൾക്കൊന്നും ഫ്രഷ് ചിക്കൻ വരില്ല. സ്വന്തമായിട്ടൊക്കെ കഴിക്കുന്നതൊക്കെ റൂമിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ വാങ്ങി കഴിക്കാനൊക്കെ ചിലപ്പോൾ നിലവ് കിട്ടും. അല്ലാതെ ഫ്രഷ് ചിക്കൻ കിട്ടാൻ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ആ കട്ട് ചെയ്ത ചിക്കനൊക്കെ മസാല ഇട്ട് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ സുക്കയാണ്. അതിനുള്ള മസാലക്കുള്ള ഉള്ളിയാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. മസാലയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതെല്ലാം ഫ്രൈ ആയി മസാല ഇട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെയാണ് ചിക്കൻ സുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ, ഫുള്ളായിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ കയറി കാണണമെങ്കിൽ ഒക്കെ കണ്ടോളുണ്ടോ. ഇപ്പോൾ മൊത്തത്തിലുള്ളൊരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. ചിക്കനൊക്കെ കണ്ട നല്ല മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ മസാല ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ കഴിക്കാം. വലിയൊരു കടായും വെച്ചിട്ടില്ല, ഫ്രൈ ആക്കലാണ്. ഇതൊക്കെ ആ ചിക്കനാട്ടോ. ജാലിയിൽ കാണുന്നതൊക്കെ ചിക്കൻ ഫ്രൈ ആക്കാനല്ലേ മസാല കൂട്ടി വെച്ചതാണ്. അപ്പോൾ അതിങ്ങനെ എണ്ണയ്ക്ക് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുക. അതിങ്ങനെ ഫ്രൈ ആകുക. അതിങ്ങനെ കോരിയെടുക്കുക. വീണ്ടും ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുക. വീണ്ടും ഫ്രൈ ആക്കി എടുക്കുക. കുറച്ച് നേരം ഫ്രൈ ആക്കാനുണ്ടാവും. ചൂട് സമയമല്ലാത്തതുകൊണ്ട് തിരക്കിടില്ല. ചൂട് സമയമൊക്കെ ആണെങ്കിലേ കുറച്ച് കഷ്ടം തന്നെയാണ് ഇതൊക്കെ. ആ തീ കത്തുന്ന കണ്ടില്ലേ? ആ തീയിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ പണിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കേട്ടോ. നാട്ടിൽ ഇപ്പോൾ വീട്ടമ്മമാരല്ല പണി മാതിരിയാണ്. നേരം വെളുത്ത് വൈകുന്നേരം ആകുന്ന വരെ പണി തന്നെ. ഒന്ന് കഴിയുമ്പോഴത്തിന് ഒന്ന് കഴിയുമ്പോഴത്തിന് ഒന്ന്. രാവിലത്തെ കഴിഞ്ഞാൽ ഉച്ചക്ക്, ഉച്ചക്കത്തെ കഴിഞ്ഞാൽ വൈകിട്ട് അത് തന്നെ പണി. നാട്ടിൽ പിന്നെ വീട്ടമ്മമാരങ്ങനെയാണല്ലോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആ പാവങ്ങൾക്ക് പണി തന്നെ. എന്നാൽ കൂലി ഉണ്ടോ? അതോട്ടില്ലേനു. വലിയ കടായാണ് കേട്ടോ. കണ്ടമാനം ചിക്കൻ എടുത്തിടാം. ഓയിലും വേണം കേട്ടോ. അതേമാതിരി ഒരു 10-30 ലിറ്റർ ഓയിലുണ്ട് ഒഴിച്ചെങ്കിലുള്ളൂ ഇത്രയും ഫ്രൈ ആക്കി കിട്ടുള്ളൂ. 2 പാത്രം വെച്ചിട്ടാണ് കേട്ടോ കോരിയിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. 2 പാത്രം വെച്ചിക്കണം, ഒരു ചെറുതും ഒരു വലുതും. അല്ലെങ്കിലേ തീരുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ തീരണ്ടേ? ആൾക്കാർക്ക് സമയത്തിന് ഫുഡ് കൊടുക്കണ്ടേ? പിന്നെ ചോറ് വെക്കാനുള്ള അരി
കഴുകി വെച്ചതാണ് കേട്ടോ. വെള്ളം ഇവിടെ തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അത് തിളച്ച് റെഡിയായി കഴിഞ്ഞാൽ അതിലിട്ട് ചോറ് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പൊന്നിയരി എന്നറിയില്ല, ആ അരിയാണ് കേട്ടോ. പെട്ടെന്ന് പോകും. ബാരിക് റൈസ് അറിയും ഇവിടെയൊക്കെ. പിന്നെ ചിക്കനിക്കുള്ള മസാല അതും റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട് ഒരടുപ്പിൻ്റെ മുകളിൽ. ഒരു 5-6 അടുപ്പ് രാവിലെ തന്നെ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മളെ പണി. 3-4 ആൾക്കാർ നിന്നിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ച്, ഞാൻ പറഞ്ഞില്ലേ ചിക്കനൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓരോന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളുണ്ടോ. ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കാണേണ്ടവർക്ക് ചാനലിൽ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോളുണ്ടോ. ഇത് ഒരു ചെമ്പിൽ ചോറ് വെന്തും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് പിന്നെ പരിപ്പാണ്. പരിപ്പില്ലാത്ത പരിപാടി ഇവിടെ അല്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചെമ്പക്കുല്ല അരി ഇട്ടുക്കണു. അതിൽ വെള്ളമെല്ലാം തിളച്ച് അതിലും അരി ഇട്ടു. ഒരേ സമയം ഒരു 5-6 അടുപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ചിക്കൻ സുക്കാക്കുള്ള മസാലയാണ് കേട്ടോ അത്. മസാല ഒക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് എല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. ആ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിൽ മിക്സാക്കിയിട്ട് വേവിച്ചെടുത്താൽ അതും റെഡിയാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഹാളിൽ കൊടുത്തോളുണ്ട്. ഞാൻ വരുന്ന ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാം. പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.